Speak English fluently with the guidance of a mentor. Join English House today and improve your English through online one-on-one sessions with a personal trainer. Book a free trial session today. 8714-672927. WhatsApp now. Panettone is like a dessert, like a bread with confetti and chocolate. Christmas, happy Christmas, happy New Year. It will be very happy for us to celebrate Christmas. ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ അല്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ സംസ്കാരമുണ്ട്, ഇവിടുത്തെ ദൈവങ്ങളുണ്ട്. सांता क्लॉज का, क्रिसमस का, मेरी बेटी को सांता क्लॉज बहुत पसंद है, इसलिए കഴിഞ്ഞ ക്രിസ്മസ് ദിവസമാണ് അദാരുണമായ സംഭവം അരങ്ങേറിയത്. കൂടി ഒരു ബാത്റൂമില്ല. ഭാഗ്യം കൊച്ചു കണ്ടില്ല. എന്താ ചോദിച്ചു ഇതൊക്കെ? ഇവിടെ ഒരു പരിപാടി നടക്കുന്നതിന്റെ ഇടയിൽ അവരുടെ പരിപാടിയാണ്. മോശമല്ലേ ഇതൊക്കെ? അതെ, ഒരു ടൈപ്പ് ആളുകളാണെന്ന് തോന്നുന്നു. അതാ റൂമിൽ വെച്ചിട്ടായിരുന്നെങ്കിൽ പിന്നെ ഒരു മര്യാദ ഉണ്ടായിരുന്നു. അയ്യോ, അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഉണ്ടോ ആവോ? ഞാൻ വെന്റിലേഷൻ വഴി നോക്കിയിട്ട് വേണ്ട. ചുമ്മാ നിങ്ങള്. ശശി, ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് രണ്ടിനെ കണ്ടപ്പോ തൊട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അയൽവക്കത്ത് വന്ന് കയറും മുമ്പേ ആളും തരവ് നോക്കാതെയാണോ പാർട്ടിക്ക് വിളിച്ച് കയറ്റുന്നത്? അയ്യോ, നിങ്ങൾ ക്യൂട്ട് കപ്പിൾസ് എന്ന് പറയായിരുന്നു. ഡാൻസ് നമുക്ക് കാര്യപരിപാടിയിലോട്ട് കിടക്കാം. എന്താ അഭിപ്രായം? അവരതിനകത്ത് ഡിങ്കോളിഫിക്കേഷൻ ആണെന്ന് തോന്നാൻ കാര്യം എന്താന്ന് ചോദിച്ചാ അങ്ങനെ തോന്നി. അല്ലാതെ രണ്ടുപേരോട് ഒത്തു കപ്പിടാനായിട്ട് ബാത്റൂമിൽ പോകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അന്ന് ആ സെലിബ്രേഷന് അവരെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചല്ല. അന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പം വീട്ടിൽ കേക്ക് ഉണ്ടാക്കാൻ നോക്കിയപ്പം മൈക്രോവേവ് ഓവൻ കംപ്ലൈൻ്റ് ആയി. അപ്പം തൊട്ടടുത്ത ആൾക്കാരല്ലേ, അപ്പോൾ സ്പെയർ ഓവൻ ഉണ്ടോയെന്ന് അന്വേഷിച്ചാൽ ഞാൻ അന്ന് പോയത്. അവിടെ ചെന്ന് സംസാരിച്ചിരുന്നപ്പോൾ അവരാണ് ഇങ്ങോട്ട് പറഞ്ഞത് അവരെയും കൂടെ ക്ഷണിക്കുമെന്നുള്ള രീതിയിൽ. മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെങ്ങനെ നോ പറയുന്നു? അങ്ങനെ അന്ന് അവർ വന്നത്. ഡിസംബർ 24 വൈകുന്നേരം പൂർണ്ണ ഗർഭിണിയായ യുവതിയും ഭർത്താവും പ്രസവ വേദന കൊണ്ട് പൊളഞ്ഞു മുറുകി വീടുകൾ സത്രങ്ങൾ തോറും കയറി യാചിച്ചു. ഒന്ന് പ്രസവിക്കാം സമ്മതിച്ചില്ല നീചന്മാർ. ഒടുവിൽ അവരൊരു പുൽത്തൊരുത്തിട്ട് അഭയം പ്രാപിച്ചു. അവിടെ വെച്ച യുവതി ഒരു പിഞ്ചു കുഞ്ഞിന് ജന്മം നൽകി. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സർവശ്രീ യേശുബാബു. സുഹൃത്തുക്കളെ, സ്നേഹത്തിന്റെ ശാന്തിയുടെ സമാധാനത്തിന്റെ സ്വരൂപമായ യേശുബാബയുടെ ജന്മദിനം നമ്മൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. എല്ലാ കൊല്ലവും ഈ സമയത്ത് ഒത്തുകൂടുന്ന നമുക്കിടയിൽ ഇത്തവണ എൻ്റെ പുതിയ അതിഥികൾ കൂടെയുണ്ട്. നമ്മുടെ തൊട്ടടുത്ത വില്ലയിൽ പുതുതായി താമസിച്ചിട്ട് വന്ന ശ്രീമാൻ വിജിലും ശ്രീമാന്റെ ശ്രീമതി ആതിരയും. മൈ ഡിയർ യങ് കപ്പിൾസ്, ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജസ്റ്റിൻ അവരുടെ ശ്രീമതി അമയ, ജസ്റ്റിന്റെ ബ്രദർ എബിൻ. ഇനി എൻ്റെ സർവസ്വം അലീന, ഞങ്ങളുടെ മകൻ റയാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി നിങ്ങളുടെയൊക്കെ നാവലിയിക്കുന്ന കേക്ക് ഉണ്ടാക്കി തരാനും വയറ് തള്ളിക്കുന്ന രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി തരാനും വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു എൻ്റെ പ്രിയ സുഹൃത്തും യൂറോപ്യൻ ഷെഫുമായ മിസ്റ്റർ മൈക്കിൾ. വെൽക്കം മിസ്റ്റർ മൈക്കിൾ ഓൺ ദ സ്റ്റേജ്. ഹായ്, നല്ല ബാറ്റ്. എനിക്കൊന്ന് നോക്കാൻ തരുമോ? മനസ്സിലെ
ഒന്നുകിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ ക്ലാഷ് ഓഫ് ക്ലാൻ. ഇതാണ് അവന്റെ പ്രധാന പരിപാടി. പപ്പ സാന്റ എപ്പോ വരും? മുകളിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് മക്കളെ, ഉടനെ എത്തും. നമ്മളെ വീട്ടിൽ മാത്രല്ലേ വരൂ? ഓ, നമ്മുടെ വീട്ടിൽ മാത്രമേ സാന്റ വരുള്ളൂ. വരുമോ? പിന്നെ വരാതെ, ഞാൻ എന്റെ മോന് വേണ്ടി പ്രത്യേകം വിളിച്ചതാ. നമ്മളൊക്കെ വയറിറച്ച ഭക്ഷണം കഴിച്ച ഉടനെ സാന്റാക്ലോസ് വരും. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്തൊക്കെയാണ് മെനു? ഫുൾ യൂറോപ്യൻ ഡിഷസ് ആണ്. ഗാർവ പനച്ചാണോ, പച്ചലാവോ ദേനദാൽ, പവർ റന്നല്ലോ. ഒരു സെക്കൻഡ്, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സാന്റാക്ലോസ് വരുമോ? വരുമോ? വരും. മതി 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 മതി. ബാക്കി സംസാരമൊക്കെ ഇനി കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് മതി. ഓക്കെ? അതെങ്ങനെ ശരിയാവും? സാന്റാക്ലോസ് വരാതെ എങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യും? സാന്റ വരാതെ എങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യും? മക്കളെ മക്കളെ മുകളിൽ നമ്മുടെ റൂമിൽ പോയി ക്ലാഷ് ഓഫ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. പപ്പയുടെ ഹെഡ്സെറ്റും എടുത്തോ. സാന്റാക്ലോസ് വന്ന ഉടനെ പപ്പ ഒന്ന് വിളിക്കാം, അപ്പൊ ഒന്നാകും കേട്ടോ. അതെ, നിങ്ങൾ ഇവിടെ മാത്രമേ സാന്റാക്ലോസ് വരൂ എന്നുള്ളതേ നമ്മൾ ആരടുത്തും പറയൂല. പ്രോമിസ്. ഇവിടെ സാന്റാക്ലോസ് വരും, ആരടുത്തും പറയല്ലേ. സുഹൃത്തെ, സാന്റയുടെ കിണ്ടി നിങ്ങൾ എന്തോ ഈ കിടന്ന് കാണിക്കണേ. എടേ, നീക്ക് പൊട്ടൻ അഭിനയിക്കണേ. പൊട്ടനാ? ആടാ പൊട്ടൻ, ആടാ പൊട്ടൻ, ഓടാ പൊട്ടൻ, ഓടാ പൊട്ടൻ. പേടിച്ചു വരിക. അവൻ പേടിച്ചു. നിങ്ങളെല്ലാരും പേടിച്ചില്ലേ? കയ്യിൽ നിന്ന് എല്ലാരും പേടിച്ചു. നിങ്ങൾ പേടിച്ചു. സാഞ്ചനെ സത്യം പറഞ്ഞ അവരെന്ന് LSD അടിച്ച് തെറിച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായില്ല. സാന്റ വെള്ളത്താടിയും ചുവന്ന കൂട തുണിയും കൈ നിറയെ സമ്മാനങ്ങളുമായി വരുന്ന ചബ്ബി ക്യൂട്ട് അപ്പൂപ്പൻ. TV-യിലും മൈജി ഷോറൂമിന്റെ ഫ്രണ്ടിലും ഗ്രീറ്റിംഗ് കാർഡിലും മാത്രമേ ഞാൻ അപ്പൂപ്പനെ കണ്ടിട്ടുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? മാറ്റിത്തരാം. ഇന്ന് ഈ വീട്ടിൽ ആകാശത്ത് നിന്നും ഗസ്റ്റ് അപ്പിയറൻസിന് അദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ രണ്ടുപേരും വല്ലാതെ ആഗ്രഹിച്ചു പോയി. അല്ലാതെ പണ്ട് ജിജീഷിന്റെയും ആൽവിന്റെയും ഒക്കെ വീട്ടിൽ സാന്റയും കരോളും ഒക്കെ വന്നു. എൻ്റെ വീട്ടിൽ മാത്രം വന്നില്ല. കാരണം എന്താ പറയുന്നു, ഞാൻ ഒരു ഹിന്ദു ആയിരുന്നു. അത്ര ഹിന്ദു. അന്ന് ഞങ്ങൾ ഹിന്ദുക്കളായത് കാരണം അവര് ഞങ്ങളെ ഒഴിവാക്കി. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലാതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഒഴിവാക്കി. പ്ലീസ് ഒന്ന് വിളിച്ചു വരുത്തൂ സാന്റേ, ഒരിക്കൽ വിളിച്ചു വരുത്തൂ. നമ്മളൊന്ന് കണ്ടോട്ടെ പ്ലീസ്. പ്ലീസ്, നിങ്ങൾ പറഞ്ഞല്ലേ മോളിൽ നിന്ന് വരുമെന്ന്. നമ്മൾ ആഹാരം നിറച്ച് കഴിക്കാം. അങ്ങനെ ഉണ്ടാക്കിയ ഗൊഞ്ചാലും ഗൊഞ്ചാലും ഒക്കെ കഴിക്കും. പ്ലീസ് ഒരിക്കൽ വിളിച്ചു വരുത്തൂ. ഇങ്ങനെ ഒന്ന് ചോദിച്ചിട്ട് കാര്യം. మేలు ప్రస్తుత సాండాన ఈ కొడుకు తీసుకెళ్ళకపోతే నేను గొండ కోస్తాను. ഇപ്പൊ സാന്റയെ വിളിച്ചു വരുത്തിയില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ കുരവളെ ഇറക്കുമോ? ഇറക്കട്ടാ? കൊണ്ടുവരൂ. സത്യം കൊണ്ടുവരൂ. പോയിട്ടോ, വിളിച്ചിട്ടോ അളിയുടെ മുഖത്തൊന്നൊരു ചിരിയില്ലാതെ. എന്റെ ഭാര്യ ഒന്നും ചെയ്യരുത്. ഇല്ല, എന്റെ മനസ്സിലെ കണ്ടോ ചോദിക്കേണ്ട പോലെ ചോദിച്ചപ്പോ സാന്റ വരുന്നുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ? യെസ്, ഓഫ് കോഴ്സ്. ചിലപ്പോൾ ഞാൻ സാന്റ ഒറ്റയ്ക്ക് പോയി വിളിച്ചാൽ സാന്റ വരില്ല, പിണക്കുമായിരിക്കും. ഞാൻ എന്റെ സഹോദരനെ കൂടെ ഒന്ന് വിളിച്ചോട്ടെ?
വരൂ. സാൻഡ വരുന്നല്ലേ? നീ ഒരു പാട്ട് പാട്. പാട്ട് എനിക്ക് പാടാൻ അറിഞ്ഞൂടാ. അതെങ്ങനെ ശരിയാവും? സാൻഡ വരുമ്പോ ഒരു പാട്ട് വേണ്ടേ? നിങ്ങൾ പറ. വേണം. പാട് പാട്ട് പാട് പാട്ട് പാട്. പാട്ട് പാട് പാട്ട് പാട്. പാട്ട് പാട് പാട്ട് പാടി. പിടിച്ചു മോനെ, ഞാൻ നിനക്ക് വാക്ക് പറഞ്ഞ ജീവന്റെ ഓരോ പരമാണു കൊണ്ടും നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച ജീവസും മോജസ്സുമുള്ള നിങ്ങളുടെ സാൻഡ. താങ്ക് യു സാൻഡ. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു. മേരി ക്രിസ്മസ്. 30 കൊല്ലമായി ഞാൻ കാത്തിരിക്കുന്നു സാൻഡ. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതാ. ഞങ്ങൾക്ക് സമ്മാനം ഒന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ നിങ്ങൾക്കുള്ള സമ്മാനമായത് മാനിനെ കിട്ടിയ വണ്ടി അത് പാർക്കിങ്ങിലുണ്ട്. എനിക്ക് കുഞ്ഞിലെ മുതലുള്ള ആഗ്രഹമാണ്. എനിക്ക് മുട്ടായി കഴിക്കണം. സാൻഡയുടെ മടിയിരുന്ന് മുട്ടായി കഴിക്കണം. മുട്ടായി തരുമോ? അയ്യോ, അങ്ങനെ പാടില്ല. നമ്മൾ സാൻഡയെ ബഹുമാനിക്കണം, അല്ലേ? സാൻഡയ്ക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ടാ. ആരും പറഞ്ഞു ഇഷ്ടമല്ലെന്ന്? എനിക്കിത് ഇഷ്ടം തന്നെ. മുട്ടായി ഞാൻ തരും. കൊച്ചു കുട്ടികളല്ലേ, നമ്മളല്ലേ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. അന്ന് അവസാന നിമിഷം നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പം എൻ്റെ കൺമുന്നിൽ അതുപോലെ തന്നെ നിൽപ്പുണ്ട്. ആ പെണ്ണാണെങ്കിൽ ചോക്ലേറ്റ് എന്തോ കഴിക്കണമെന്നും പറഞ്ഞ് ഒരു കസേര വലിച്ചിട്ടു. എന്നിട്ട് മൈക്കിളിനെ അതിൽ പിടിച്ചിരുത്തി. എന്നിട്ട് മൈക്കിളിൻ്റെ മടി കയറിയിരുന്നു. എന്നിട്ട് ചേട്ടാ ചേട്ടാ സോറി. മൈക്കിളിനെ മടി കയറി എന്നിട്ടാണെങ്കിൽ ചണ്ട, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? എനിക്ക് ഒരാഗ്രഹമുണ്ട്. എനിക്ക് സ്വർഗം കാണണം. സാൻഡി തിരിച്ചു പോകുമ്പോൾ എന്നെ കൊണ്ടുപോകോ? സ്വർഗത്തിലോട്ട് കൊണ്ടുപോകോ? നിന്നെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനാ? കൊണ്ടുപോകോ? നിന്നെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നല്ലോ അവനാ. അവനാ? അവൻ്റെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്തു. ഐ വാണ്ട് ഫ്രീഡം. ഐ വാണ്ട് അൾട്ടിമേറ്റ് ഫ്രീഡം. അപ്പൊ ഇയാളെ കണ്ടപ്പം നിനക്ക് എന്നെ വേണ്ടല്ലേ? എന്നെ വെറുത്തല്ലേ നീ? സഹോദര സമാധാനം സമാധാനം. ജീവിതം ഇങ്ങനെയാണ്. നീ പോവൂ. നീ സ്വർഗത്തിലേക്ക് പോവും. എങ്ങനെ പോവും? ഇയാളെ ഞാൻ കൊല്ലും. ഇയാളെ ഞാൻ ഇപ്പൊ ഇവിടെ ഇട്ട് അടിച്ചു കൊല്ലും. ഞാൻ സാൻഡ എല്ലാം കൂന്ന എന്ന ഒരു കോപ്പമല്ല. ഞാൻ നിങ്ങൾക്ക് ഫുഡ് വെക്കാൻ വന്ന മൈക്കിളാണ്. മൈക്കിള് ഇതല്ല, ഇത് കോൾഗേറ്റ് ആണ്. കണ്ട നോക്ക്. അയ്യോ, അപ്പൊ ഇത് യഥാർത്ഥ സാൻഡ അല്ലായിരുന്ന? ഇയാൾ നമ്മളെ ചതിക്കുകയായിരുന്നോ? അയ്യോ ശരിയാ. അപ്പൊ ഇവർ നമ്മളെ പറ്റിച്ചു. അതെ അതെ. ഓ, അപ്പൊ ഇവൻ നമ്മളെയും പറ്റിച്ച് നിങ്ങളെയും പറ്റിച്ച് എന്റെ ആദരയും കൊണ്ട് പോകാൻ വന്നതാണ്. അല്ലല്ല, അപ്പൊ ഇവനെ കൊല്ലണ്ടേ? ഇവനെ കൊല്ലണ്ടേ? കൊല്ല. ഞാൻ കൊല്ല. നിങ്ങളുണ്ട്. ഒരു മിനിറ്റ് നിർത്ത്. നേരത്തെ നീ
ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞത്? സ്നേഹത്തിന്റെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ സ്വരൂപമായ ഉണ്ണീഷു പിറന്ന ദിവസം. സ്നേഹം, ശാന്തി, സമാധാനം. എൻ്റെ പൊന്നു പിതാവേ, പാപികളായ ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്നിട്ടാണെങ്കിൽ അവളുടെ ഒരു മുട്ടായി. അല്ലെങ്കിൽ ഈ മുടി വെട്ടിയ പെമ്പിള്ളേരെ, മുടി വളർത്തിയ ആമ്പിള്ളേരെ കണ്ടാൽ തന്നെ മനസ്സിലാക്കിക്കോണം, അവരൊക്കെ പെശകാണ്. അല്ല, അതെങ്ങനെ നിങ്ങൾക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും? കാരണം യേശുക്രിസ്തുവിന് മുടി ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതെ, ഇതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ, ഇത് കട്ട് ചെയ്യണം. അല്ല അല്ല അത് ഞങ്ങൾ കട്ട് ചെയ്യാനില്ല. അതെന്താ? അല്ല, ഞങ്ങൾ കുറച്ചുകൂടെ സത്യസന്ധമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ കണ്ടന്റിൽ. ചേട്ടാ നമുക്ക് അല്ലല്ല അല്ല, ഇത് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇട്ടാ മതി. അല്ല ചേച്ചി, നമ്മൾ കുറച്ച് ഇല്ല ഇല്ല ഇല്ല.